സുന്ദരൻ നഗരിൽ സാബാസന് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അയാൾക്ക് എപ്പോഴൊക്കെയാണോ അവസരം കിട്ടുന്നത് ആ സീസൺ ഏറ്റതുപോലെയും അവസരങ്ങൾക്കൊത്തപോലെയും സാധനങ്ങളെല്ലാം വാങ്ങി കടയിൽ വെക്കുമായിരുന്നു. അതായത് ദീപാവലി ആകുമ്പോൾ പടക്കങ്ങൾ, ഹോളി വരുമ്പോൾ കളർ പൊടികൾ, അതുകൂടാതെ പട്ടങ്ങളും വാങ്ങിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും കൊറോണയുടെ വ്യാപനം വർദ്ധിച്ചു വരുമ്പോൾ ആളുകൾ അയാളുടെ കടയിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഷാബാസ് ചേട്ടാ, ചേട്ടന്റെ കടയിൽ മാസ്ക്, സാനിറ്റൈസർ ഉണ്ടോ? ഇല്ലല്ലോ. അതിശയമായിരിക്കുന്നല്ലോ. നിങ്ങൾ സീസൺ അനുസരിച്ചല്ലേ സാധനങ്ങൾ വിൽക്കാറ്? അങ്ങനെയുള്ളപ്പോൾ ഈ കൊറോണ ടൈമിൽ നിങ്ങൾ എന്തുകൊണ്ടാ മാസ്ക്, സാനിറ്റൈസർ വാങ്ങി വെക്കാത്തത്? അത് നീ പറഞ്ഞത് ശരിയാ. നാളെ തന്നെ സിറ്റിയിൽ പോയി ഞാൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. എന്നാൽ പിറ്റേ ദിവസം ഷാബാസ് പട്ടണത്തിൽ നിന്നും വെറും കൈയുമായാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് അയാൾ എന്താണ് ചിന്തിച്ചിരിക്കുക എന്നൊന്നും മനസ്സിലായില്ല. കസ്റ്റമേഴ്സിനെ വെറും കൈയുമായി തിരിച്ചയച്ചാൽ വീണ്ടും തന്റെ കടയിൽ അവർ വരില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാളുടെ സഹായിയുടെ അടുത്ത് അയാൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഹേയ് കല്ലു, നമ്മുടെ കടയിൽ സീസൺ അനുസരിച്ച് സാധനങ്ങൾ വിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് എല്ലായിടത്തും കൊറോണയുടെ സീസൺ അല്ലേ. അങ്ങനെയുള്ളപ്പോൾ അത് സംബന്ധിച്ച സാധനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. പക്ഷേ മാർക്കറ്റിൽ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ചേട്ടൻ എങ്ങനെ പോയി അത് വാങ്ങിക്കും? ഈ ലോകം വളരെ വലുതാണടാ. എപ്പോ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഏർപ്പെടുന്നുവോ അപ്പോഴാണ് എല്ലാവരും അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മളും സാനിറ്റൈസർ, മാസ്ക്, പിന്നെ കൊറോണ ഇല്ലാതാക്കാനുള്ള മരുന്നും ഉണ്ടാക്കാം. പക്ഷേ ഇതുവരെ ആരും കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ. അത് തന്നെയാടാ ഞാനും പറയുന്നത്. നമ്മളതുണ്ടാക്കാം. മനുഷ്യന്റെ ആവശ്യം അവന്റെ കണ്ണിനെ മറയ്ക്കും. അത് നമുക്ക് അനുകൂലമായി നമ്മൾ മാറ്റിയെടുക്കണം. നീ ഒരു കാര്യം ചെയ്. നിന്റെ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ തോർത്തും മുണ്ടും സാരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നീ ചെന്ന് വേഗം എടുത്തോണ്ടോ. ഞാനും എന്റെ വീട്ടിലുള്ളതെല്ലാം എടുത്തോണ്ട് വരാം. അതെന്തിനാ ചേട്ടാ? ആ പഴയ തുണിയെല്ലാം വെട്ടി തച്ച് നമുക്ക് പുതിയൊരു മാസ്ക് ഉണ്ടാക്കാം. പിന്നൊരു കാര്യം, നമ്മുടെ ബാത്റൂമില് നമ്മൾ കുളിച്ച് നനച്ച് വെളിയിൽ വരുന്ന ഈ സോപ്പ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പാഴായി പോവാതെ ഒരു ബക്കറ്റിലാക്കി ഇങ്ങ് കൊണ്ടുപോവാ. അതിനെ ചെറിയ കുപ്പികളിലാക്കി സാനിറ്റൈസർ എന്ന് പറഞ്ഞ് വിറ്റളയാം. ചേട്ടാ, എന്തിനാ ഇങ്ങനെ അഴുക്ക് വെള്ളം കൊണ്ടുവരാൻ പറയണേ? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോപ്പ് പൗഡർ ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കാലോ. എടാ എന്റെ പൊന്നും മണ്ടച്ചാരെ, അതിന്റെ മണം വെച്ച് ജനങ്ങൾ അത് കണ്ടുപിടിക്കും. പക്ഷെ അഴുക്ക് വെള്ളത്തിന് ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീട്ടില് അപ്പോഴപ്പോഴായിട്ട് ഭാര്യയ്ക്കും പിള്ളേർക്കെല്ലാം അസുഖം വരാറില്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ അതിൽ 1-2 ഉപയോഗിക്കാറുള്ളൂ. ബാക്കി എക്സ്പയർ ആയ മരുന്നുകളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ എക്സ്പയറി ആയതും ആകാത്തതുമായ ഒരുപാട് മരുന്നുകൾ എന്റെ വീട്ടിലുണ്ടല്ലോ. അത് കാരണം എനിക്ക് എന്റെ ഭാര്യയ്ക്ക് എപ്പോഴും വഴക്കാം. നമ്മൾ ആ മരുന്നുകളെല്ലാം ഒന്നിച്ചു ചേർത്ത് അല്പം വെള്ളം മിക്സ് ചെയ്ത് ഒരു പുതിയ മരുന്നുണ്ടാക്കാം. അതിനെ നമ്മൾ കൊറോണയുടെ മരുന്നാണെന്ന് പറഞ്ഞ് വിറ്റുകളയാം. മാത്രമല്ല ഇപ്പൊ ആരും കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അത് കാരണം നമ്മുടെ മരുന്ന് എല്ലാരും ഒന്ന് വാങ്ങിച്ചു നോക്കും. നമ്മൾ കീറിയ തുണി കൊണ്ട് ഉണ്ടാക്കിയ മാസ്കിനെ എല്ലാം അവരുടെ ഡ്രസ്സിന് മാച്ചിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വിൽക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആരോഗ്യത്തിനേക്കാളും ഫാഷൻ ആണല്ലോ മുഖ്യം. മാത്രമല്ല ഈ സാനിറ്റൈസർ വെറുതെ കൈ തുടയ്ക്കാൻ മാത്രമല്ലേ. അതുകൊണ്ട് ആ വെള്ളം ബാത്റൂമിൽ യൂസ് ചെയ്തതാണെന്ന് അവർക്ക് അറിയാൻ സാധ്യതയില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞതെല്ലാം റെഡി ചെയ്യേ. ഇത് വളരെ തെറ്റായ കാര്യമാണ് ഷാബാസ് ചേട്ടാ. നല്ലൊരു സുഹൃത്തായിട്ട് ഞാൻ എന്താ പറയുന്നത്? നീ ഒന്നും പറയണ്ട. ഇത് കടയാണ്. ഇവിടെ നീ എന്റെ സ്നേഹിതനല്ല, വേലക്കാരനാ. ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി, അല്ലെങ്കിൽ പണി തെറിക്കും. പക്ഷെ ചേട്ടാ, പക്ഷേ നിശ്ചയൊന്നുമില്ല. അവകാശങ്ങളെ ശരിക്കും ഉപയോഗിക്കുന്നവനാണ് വലിയ മനുഷ്യനായി തീരുക. അങ്ങനെ ഉപയോഗിക്കാത്തവൻ അവസാനം വരെ കഷ്ടപ്പെട്ട് എന്നെ മരിക്കേണ്ടി വരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതെല്ലാം എടുത്തോണ്ട് വാ. 2-ാം ദിവസം ഷാബാഷിന്റെ കടയിൽ കൊറോണയുടെ മരുന്ന് മാത്രമല്ല മാസ്കും സാനിറ്റൈസറും വിൽക്കുവാൻ ആരംഭിച്ചു. ജനങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ളതിനാൽ ദിവസവും അയാളുടെ കടയിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുവാൻ തുടങ്ങി. അത് കൊള്ളാം. ചേട്ടൻ ഒരു കലക്കി. എവിടെ അന്വേഷിച്ചു എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ. പക്ഷെ ചേട്ടന്റെ കടയിൽ എല്ലാം ഫുൾ സ്റ്റോക്ക് ആണല്ലോ. വേറെ എന്ത് ചെയ്യാനാ? അന്ന് നിങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് പോയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും കഷ്ടപ്പെടരുതെന്ന് കരുതി ഞാൻ ഈ നാടായ നാടെല്ലാം കറങ്ങി തിരിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഓരോ മാസ്കും ഓരോ കളറാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ മാസ്ക് എല്ലാം വളരെ കോസ്റ്റ്ലിയാ. സിംഗിൾ കളറിൽ എനിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടിയതാണ്. പക്ഷെ ഞാൻ എന്തിനാ ഇത്രയും കളറുകളിൽ വാങ്ങിച്ചെന്ന് വെച്ചാൽ ആണുങ്ങൾ നിങ്ങൾ എന്ത് കളറാണെങ്കിലും ഇടും. പക്ഷേ വീട്ടിനകത്തുള്ള സ്ത്രീകളുടെ കാര്യം ഞാൻ ആലോചിക്കണ്ടേ? അവര് ഡ്രസ്സിന് മാച്ച് ആയിട്ടല്ലേ ഇടൂ. എനിക്കൊരു സാനിറ്റൈസർ പെട്ടെന്ന് തരൂ. കൈ കൊടുക്കരുത്, ദൂരത്ത് നമസ്കാരം പറഞ്ഞാൽ മതി എന്ന് ന്യൂസ് വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ അതും മറന്ന് നമ്മൾ അപ്പോഴപ്പോഴും അറിയാതെ കൈ കൊടുത്തു പോവുക. അയ്യോ, ഇതിന്ന് എന്തോ വ്യത്യാസമായ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഞാനും ഇത് തന്നെ അവരോട് ചോദിച്ചത്. പക്ഷെ അവര് ഇത് കൊറോണ സ്പെഷ്യൽ ആണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണോ?
എന്നാ ശരി, ഇനി ഒരു 3 ബോട്ടിൽ എടുക്കൂ, മാസ്കും തരൂ. ഷാബാസേ, നിന്റെ കടയിൽ കൊറോണയ്ക്ക് മരുന്നുണ്ടെന്ന് പറയുന്നല്ലോ, സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ നിങ്ങൾക്കായി പല കടകൾ കയറി ഇറങ്ങി കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ ചേട്ടാ, ഇത് ഇപ്പോഴാണ് മാർക്കറ്റിൽ എത്തിയത്. എന്നാ ശരി, എനിക്കൊരു 3 ബോട്ടിൽ താ. അതെന്തിനാ 3 ബോട്ടിൽ? ഈ നോക്കുമോനെ, കൊറോണ വൈറസിന്റെ തീവ്രത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഒരു സാധനങ്ങളും കിട്ടാനില്ല. ഒരുപക്ഷെ ഇങ്ങേരുടെ കടയിലുള്ള സ്റ്റോക്ക് തീർന്നു പോയാൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ അധികം വാങ്ങിച്ചു വെക്കുന്നത്. അത് ചേട്ടൻ പറഞ്ഞത് ശരിയാ. ശരി, ഞാൻ ചോദിച്ച 4 ബോട്ടിൽ തരൂ. അങ്ങനെ വ്യാപാരം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അയാളുടെ കടയിൽ നല്ല തിരക്കുമുണ്ടായിരുന്നു. അയാൾ വളരെ സന്തോഷവാനായിരുന്നു. ഷാബാഷിന്റെ കടയിൽ മാച്ചിങ് ആയിട്ടുള്ള മാസ്ക്, കൂടാതെ പുതുതരത്തിലുള്ള സാനിറ്റൈസർ, കൂടാതെ കൊറോണ വൈറസിനെ എതിർക്കാനുള്ള മരുന്ന്, ഇതെല്ലാം വിൽക്കുന്നുണ്ടെന്ന് അടുത്തുള്ള ഗ്രാമങ്ങളിൽ അറിഞ്ഞ് ഷാബാഷിന്റെ കടയിലേക്ക് ഒരുപാട് ജനത്തിരക്കുകൾ വന്നു തുടങ്ങി. അത് മാത്രമല്ല, ഗ്രാമങ്ങളിൽ കൂടാതെ നഗരങ്ങളിലും ഇയാളുടെ സാധനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡായി തുടങ്ങി. ഇപ്പോഴും അയാളുടെ സഹായി അയാളെ ഒരുപാട് ഉപദേശിച്ചായിരുന്നു. എന്റെ അമ്മേ, 10 ദിവസത്തിലാവേണ്ട ബിസിനസ് അല്ലേ ഒറ്റ ദിവസത്തിലായത്? ഷാബാസേട്ടാ, ചേട്ടൻ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. എന്താ, എന്തു പറ്റി? ജനങ്ങളൊന്ന് എന്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകുന്നതിന് നിനക്ക് എന്താടാ പ്രശ്നം? ദേ നോക്കൂ, നാട്ടിൽ നിന്നും നിങ്ങളുടെ ചേട്ടൻ ഫോണിൽ വിളിച്ചായിരുന്നു. അതേ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലത്രേ. ഡോക്ടർ എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു. നമുക്ക് പോയി അമ്മയെ കണ്ടിട്ട് വരാം. പക്ഷെ ഇതെന്താ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന്? എന്തു പറ്റി? എനിക്കറിയില്ല. കല്ലു, നീ ഇന്ന് കടയൊക്കെ അടച്ചിട്ട് വാ, ഞാൻ ആദ്യം പോയി എന്തായെന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ ഡോക്ടർ? ഇപ്പോഴെന്നെ കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. അവർക്ക് കൊറോണ വൈറസ് ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 14 ദിവസം ക്വാറന്റൈനിൽ വയ്ക്കണം. 14 ദിവസോ? ആ, കൊറോണ വൈറസ് ബാധിച്ച പേഷ്യൻസിനെ 14 ദിവസം ക്വാറന്റൈനിൽ വെച്ചേ മതിയാവും. പക്ഷെ എന്റെ അമ്മയ്ക്ക് കൊറോണ വൈറസ് ബാധിക്കാൻ സാധ്യതയില്ലല്ലോ. ചേട്ടാ, അമ്മയുടെ ആരോഗ്യം ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? ഞാൻ വളരെ ശ്രദ്ധിച്ചതാ സഹോദര. എന്ത് ശ്രദ്ധിച്ചു? കൊറോണയിൽ നിന്നും രക്ഷപ്പെടാൻ ദിവസവും കൈകൾ ഒരുപാട് പ്രാവശ്യം കഴുകണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നോ? നീ എന്തിനാ മോനെ നിന്റെ ചേട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒരുപാട് പ്രാവശ്യം കൈകൾ നന്നായി കഴുകുമായിരുന്നു. നീ തന്നെ നോക്ക്, ഞാൻ ദിവസവും നിന്റെ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുന്നത്. മാസ്കും ഞാൻ ധരിക്കുമായിരുന്നു. അതുകൂടാതെ കൊറോണയ്ക്ക് വേണ്ടി നീ കണ്ടുപിടിച്ച് മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. എന്ത്? ഇതോ? ഈ മരുന്ന് ഞാൻ 2 ദിവസമായി കഴിക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരു പ്രയോജനമില്ല. ഇപ്പൊ ഞാൻ ആശുപത്രിയിലെത്തി. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അല്പം കൂടി താമസിച്ചാണ് പേഷ്യന്റിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവരെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ അമ്മയുടെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. അതുകൊണ്ട് അവർക്ക് എപ്പോ വേണമെങ്കിലും... അരുത് അരുത് ഡോക്ടർ, അങ്ങനെയൊന്നും പറയരുത്. എത്ര ചെലവായാലും കുഴപ്പമില്ല, എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ പ്ലീസ്. ഞങ്ങളെ കൊണ്ടാവുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് മനുഷ്യർ അധികമായി സമ്പാദിക്കണമെന്ന സ്വാർത്ഥത കൊണ്ട് ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അവകാശങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് കരുതി പാവം ജനങ്ങളുടെ ജീവിതത്തിലാണ് കളിക്കുന്നത്. നീ പറഞ്ഞത് എന്തുമാത്രം ശരിയാണ് കല്ലു. ഇന്നാണ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത്. ആരാണോ അവകാശങ്ങളെ സദ്വിനിയോഗം ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ വളരും. അതേ അവകാശങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നവർ അവസാനം കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും. കിണറ്റിലെ ഭൂതം. ദോപുര എന്ന പേരുള്ള ഗ്രാമത്തിലെ ഒരു തോട്ടത്തിൽ ആഴത്തിലൊരു കിണറുണ്ടായിരുന്നു. ആർക്കും ആ കിണറ്റിലെ വെള്ളം ആവശ്യമുണ്ടായിരുന്നില്ല. ആരും ആ വെള്ളം ഉപയോഗിക്കുമായിരുന്നില്ല. ഗ്രാമത്തിൽ വരുന്നവരെല്ലാം ആ കിണറിലേക്ക് നോക്കി നടക്കുമായിരുന്നു. ആ വശത്തുള്ള ഇലകളെല്ലാം ആ കിണറ്റിലേക്ക് കൊഴിഞ്ഞ് വീഴുമായിരുന്നു. ചിലർ മാത്രമാണ് ആ കിണറ്റിലെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഒരു ദിവസം എന്താണ് സംഭവിച്ചതെന്നറിയോ? ഗ്രാമത്തിലെ 2 ആൾക്കാർ ആ കിണറ്റിന്റെ അരികിൽ കൂടി നടക്കുമ്പോൾ വ്യത്യസ്തമായി ബുഡ് 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 എന്ന് ശബ്ദം അവർക്ക് കേൾക്കുവാൻ ഇടയായി. എന്തോ വെള്ളത്തിനടിയിൽ മുങ്ങുന്നത് പോലെ. അതെ റാമേ, നീ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നോ? എന്തോ ഒരു വല്ലാത്ത ശബ്ദം. എനിക്കും ആ ശബ്ദം കേൾക്കാം. എന്നാ ആ ശബ്ദം എവിടെന്നാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളത്തിലൂടെ എന്തോ ഒഴുകി പോകുന്ന പോലുള്ള ശബ്ദമാ അത്. കണ്ടാലേ അത് അറിയാൻ പറ്റൂ. ആ, അത് വിട്ടേക്ക്, നമുക്ക് ഒരുപാട് ജോലിയില്ലേ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് നോക്കിയല്ലേ പറ്റൂ. അയ്യോ 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 അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. റാം കിണറ്റിൽ വീണുപോയി. റാം കിണറ്റിനുള്ളിൽ വീണുപോയി.
അതിനുശേഷം ഗ്രാമവാസികൾ രാമുവിനെ ഒരുപാട് തിരഞ്ഞു. എന്നാൽ രാമുവിന്റെ പൊടി പോലും അവർക്ക് കിട്ടിയില്ല. രാമുവിന്റെ ശരീരവും അവർക്ക് കണ്ടെത്താനായില്ല. എല്ലാ ഗ്രാമവാസികളും ഈ കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദുരൂഹത അവിടെ സംഭവിച്ചിരിക്കുന്നു. ഗ്രാമത്തിലെ കുട്ടികൾ കളിക്കാനാണെങ്കിലോ ആ തോട്ടത്തിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിശയമെന്ന് പറയട്ടെ, വീണ്ടും അവർക്ക് ആ ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. ദീപക്, ആ കിണറ്റിന്റെ അകത്തിലൊക്കെ എന്തോ മൃഗം വീഴുന്നു തോന്നണ്. അതന്നെ എനിക്കൂടി ആ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാമോ? ചിലപ്പോ അതിന്റെ അകത്തിലേക്ക് ആട് വീഴ്ന്നിട്ടുണ്ടാവോ? നമുക്കത് രക്ഷിക്കാലോ. പങ്കജ്, പങ്കജ്, നീ എവിടെയാണ്? നിനക്ക് എന്ത് പറ്റി പങ്കജ്? കുട്ടികൾക്ക് നടന്ന ഈ സംഭവം അറിഞ്ഞ് ഗ്രാമത്തിൽ വീണ്ടും ഭീതി നിറഞ്ഞു. അവർ വന്ന് ഗ്രാമവാസികളോട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു. എന്താ പറയുന്നത്? ആണ്, അത് സത്യം തന്നെ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ആ കാര്യത്തിനെ കണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കളിക്കുന്ന സമയത്ത് ഏതോ ശബ്ദം കേൾക്കണ പോലെ തോന്നിയായിരുന്നു. ആ സമയത്ത് പങ്കജിന്റെ ബാല് കിണറിന്റെ അകത്തിലേക്ക് വീഴുന്നു. ആ ബാൽ എടുക്കാൻ പങ്കജ് കിണറിന്റെ അടുത്ത് പോയായിരുന്നു. പെട്ടെന്ന് ഒരു കൈ പങ്കജിനെ കിണറിന്റെ അകത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? ഞങ്ങൾ അതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കിയായിരുന്നു. പക്ഷേ അവൻ അകത്തിലേക്ക് ഇല്ല. ഞങ്ങൾ കുറെ അവന് വിളിച്ചു, പക്ഷെ അവൻ ഏത് ശബ്ദം ഇട്ടിട്ടില്ല. അങ്ങനെ അവൻ കിണറ്റിൽ വീണുവെങ്കിൽ അവന്റെ ശരീരമെങ്കിലും ആ കിണറ്റിൽ കാണണ്ടേ? അതെവിടെ പോയി? ചിലപ്പോ ആ പ്രേതം അവനെ കടിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നണ്. അത് ഭൂതമായെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ കളിക്കുവാർന്നല്ലേ. ഞങ്ങൾ രണ്ടുപേരും ആ ഭൂതം പിടിച്ചിരിക്കാമല്ലോ. എനിക്കുള്ള ഒരേ ഒരു ചോദ്യം, പങ്കജിന്റെ ശരീരം എവിടെ പോയി? നീ സംശയിക്കുന്ന പോലെ ആ ഭൂതം തന്നെ പങ്കജിന്റെ ശരീരം തിന്നിട്ടുണ്ടാവും തോന്നണേ. അങ്ങനെ ഗ്രാമവാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആ കിണറ്റിൽ ഒരു ഭൂതം വസിക്കുന്നുവെന്ന്. അങ്ങനെ കിണറ്റിനടുത്ത് വരുന്നവരെ അതിന്റെ ഭയാനകമായ കൈകൾ ഉപയോഗിച്ച് അപഹരിക്കുന്നുവെന്ന്. പിന്നീട് ആ കിണറ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്കോ പോകുവാനായിട്ട് ആ ഗ്രാമവാസികൾക്ക് ഭയമായിരുന്നു. ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ദീപകിന് എത്ര തന്നെ ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല. അവൻ തന്റെ ഒരു വളരെ ശക്തിശാലിയായ ബയൽവാനെ പോലത്തെ കൂട്ടുകാരനുമായി കിണറിനടുത്തേക്ക് ചെന്നു. ആ കിണറിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ അവന്റെ കൂട്ടുകാരൻ ഭയന്നു. അട ദീപക്കെ, എന്തിനാ എന്നെ നീ ഇവിടേക്ക് കൊണ്ടുവന്നേ? നിനക്കൊന്നും തന്നെ അറിയില്ലേ? ഈ കിണറ്റിനുള്ളിൽ ഭയങ്കരമായ പിശാചുണ്ട്. ഇതിന്റെ അരികിൽ നമ്മൾ നിന്നാൽ അത് കൈകൊണ്ട് നമ്മളെ പിടിച്ച് അതിനകത്തേക്ക് തള്ളിയിടും. അങ്ങനെയൊക്കെ നടക്കുന്ന ഈ സ്ഥലത്തേക്ക് നീ എന്തിനാടാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നേ? എടോ, എനിക്കറിയാം, നീ ഒന്ന് പേടിക്കണ്ട. നിനക്കൊന്നും ആവില്ലാട്ടോ. ഞാൻ ഉണ്ട് ഇവിടെ നിന്നെ നോക്കാന്നെ. നീ നോക്കാന്നോ? ആന്നെ, ആ ഭൂതം വന്ന എന്നെ മാത്രമേ പിടിക്കൂല്. അത് നിന്നെ ഒന്നും ചെയ്യില്ലാട്ടോ. അത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ അത് എന്നെ മാത്രമേ എന്തെങ്കിലും ചെയ്യൂല്. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ നിന്നെ അതിന്റെ അടുത്തേക്ക് വിടില്ല. നല്ലൊരു കൂട്ടുകാരനെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉറപ്പായിട്ടാണ് ആ കിണറിന്റെ അടുത്ത് പോകാൻ പോണേ. നീ എന്നെ സൂക്ഷിക്കാനായിട്ട് വിചാരിച്ചാ നീ ഒരു കാര്യം ചെയ്ത് തീർക്കണം. ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് കിണറിന്റെ അകത്തായിട്ട് നോക്കാൻ പോന്നേ. ആ സമയത്ത് നീ എന്താ കാല ഇരിക്കിയ പോലെ പിടിച്ചേക്ക്. അത് മാത്രം ചെയ്താ മതി. എന്താ ഞാൻ പറഞ്ഞ ഒന്ന് കേക്കോ? നീ ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യണ്ട. ഞാനും കൂടെ നിന്നോടൊപ്പം വരാം. അതെ, അതെന്താണ്? അതെ, അത് ആ ഭൂതത്തിന്റെ കൈയാണ്. ഇതുവരെ ഇവിടെ ഉള്ളവരെ വലിച്ചത് ഇത് കൊണ്ടാണ്. നീ ഇല്ലെങ്കിൽ അത് എന്നെ വലിച്ചിട്ടുണ്ടാവും. നല്ല ജോലി, ഞാൻ രക്ഷപ്പെട്ടു. അതിന് എന്റെ ഭാരം കൂടി എടുക്കാൻ കഴിയില്ലെങ്കിൽ അതിന് നല്ല വിശപ്പുണ്ടാകും, നല്ല ക്ഷീണവും കാണും. രണ്ടുപേരെയും ഒരേപോലെ പൊക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്ത് പിശാചാ? അതന്നെ ഞാൻ ആലോചിക്കുക. അത് ഭൂതമല്ല വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരെയും വലിക്കാൻ പറ്റുന്നില്ല. നീ എന്നോട് വാ. നീ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? നീ പറയുന്ന കേൾക്കുമ്പോ അതിനകത്ത് പിശാച് കാണില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറെ എന്തോ ഉണ്ട്. ദേ നോക്ക്, ഇതിനകത്താരോ ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുക. ദേ അങ്ങോട്ട് നോക്ക്, ഒരു വഴി കൂടിയുണ്ട്. ഇതൊരു രഹസ്യ വാതിലായിരിക്കും. തുറക്ക് തുറക്ക്, ഡിം ഡിം. അല്ല, നമ്മുടെ പങ്കജല്ലേ ആയിരിക്കുന്നേ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ നാട്ടിലുള്ളവർ നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ പേടിച്ചിരിക്കുകയാ. മനുഷ്യനിൽ ഭയമില്ലാത്തവർ പിശാചിനെ കണ്ടാൽ പേടിക്കും. ആ ഒരു വിദ്യ ഉപയോഗിച്ച നമ്മൾ നാട്ടുകാരെ പേടിപ്പിച്ചത്. ഇനി ആരും ഇതുവഴി വരികയില്ല. അവരെല്ലാവരും പേടിച്ചോടിയിരിക്കും. ഇനി നമ്മുടെ കാര്യങ്ങൾ സുഖമാകും. ഇത് മതി.
ഇനിയും നമ്മുടെ ജോലി തീർക്കാൻ 4 ദിവസം മാത്രമേയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ വലിയ ബംഗ്ലാവും കൈനിറയെ കാശും നമുക്ക് കിട്ടും. ഒരു വലിയ നിധി കൂമ്പാരം നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിപ്പുണ്ട്. മനസ്സിലായോ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതുവഴി പുറത്തു കടക്കണം. അങ്ങനെ ഒരു വഴിയുള്ളപ്പോ എന്തിനാ ഇവരെ പേടിപ്പിക്കുന്നത്? നമുക്ക് നിധിയുമായി പുറത്തു കടക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഈ വഴി തന്നെയാ. ഇതുപോലെ വലിയൊരു നിധി കിട്ടിയത് ഒരു ചെറിയ കാര്യമല്ല. അത് കൊണ്ടുപോകാൻ നല്ലൊരു വഴി വേണം. മറ്റാരും ഇത് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു തീരുമാനമെടുത്തത്. ഇത് നല്ലൊരു മാർഗം തന്നെയാണ്. പിശാചിനോടുള്ള പേടി എന്നവർക്ക് നഷ്ടമാകുമോ അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഓഹോ, അപ്പൊ ഇവരാണല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ആണ്. ഇവിടെ ഊരിലുള്ള നിധിയെ കൊണ്ടുപോകാണ് ഇവർ ഇത്രയൊക്കെ തീരുമാനിച്ചത്. ഇപ്പോൾ ശരിക്കും അകപ്പെട്ടു പോയല്ലോ. ആഹാ, അങ്ങോട്ട് നോക്കിയേ. നേതാവ് നമ്മുടെ പോലീസിനെയും കൂട്ടിയാണല്ലോ വന്നിരിക്കുന്നേ. അവർ 2 പേരെ ഇവിടെ വരാൻ പറഞ്ഞത് ഞാനാണ്. ഇവിടെ ഭൂതം ഒന്നില്ലെന്ന് നേരത്തെ ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ധൈര്യമായിട്ട് കൊണ്ടുവന്നതാ. നേരത്തെ ഈ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്ര ദൂരം വന്നത്. എളുപ്പമായിട്ട് നമുക്ക് പിടിക്കാലോ. ഊരിന്റെ നിധി അവരുടെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വിചാരിച്ചത്. അനിയ ദീപക്കേ, നീ നല്ല ബുദ്ധിമാനാണല്ലോ. ഇങ്ങനെ ഒരു സംഭവമുണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ നോക്ക് സാറേ, ഈ കിണറിന്റെ അടുത്ത് ആ ഭൂതം ഒരാളെ മാത്രം വലിക്കുവായിരുന്നു. 2 ആളായിരുന്ന ആ ഭൂതം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. ഏത് ഭൂതമായാലും അതുകൊണ്ട് ഒരാളെ മാത്രം വലിക്കാൻ ശക്തി ഉണ്ടാവോ? 2 പേര് കൊണ്ട് വലിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഭൂതം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് മനുഷ്യന്മാർ ചെയ്യുന്ന തന്ത്രമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുവേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം വന്നിട്ടുണ്ടായിരുന്നു. ഈ കിണറിന്റെ അകത്തിൽ അവർ എന്താ ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമായിരുന്നു. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി പോയി. ഒരേ ഒരാളിനെ മാത്രം വലിക്കുന്ന പോലെ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അവർ ചെയ്ത തെറ്റ്. അതിനു വേണ്ടിയാണ് ഇപ്പൊ അവർ അകപ്പെട്ടു പോയി. ആ കിണറിനടുത്തെത്തുമ്പോൾ ശബ്ദം കേൾക്കും. അതിനെന്താ കാരണം? അതെങ്ങനെയാ സംഭവിക്കുന്നത്? അത് പറ. കുറച്ചൊന്ന് അവിടെ നോക്കണം. CCTV ക്യാമറ കൊണ്ട് അവർ നോക്കുവാർന്നോ? 2 ആൾക്കാർ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നോക്കുവാർന്നോ? ഒരാളിനെ മാത്രം അവർ കിണറിന്റെ അകത്തിലേക്ക് വലിച്ചായിരുന്നോ? വെള്ളത്തിനകത്തിലേക്ക് ഏതോ ശബ്ദം പറഞ്ഞപ്പോൾ അവർ മെഷീനെ കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് കേട്ടിട്ടാണ് എല്ലാരും കിണറിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പറഞ്ഞവർ മാത്രം അത് വലിച്ചായിരുന്നു. കൂടുതലായിട്ട് വന്നാൽ അത് ഒന്നും ചെയ്തിട്ടില്ല. ആ മെഷീൻ കൊണ്ട് 2 പേരെ വലിക്കാൻ പറ്റത്തില്ല. ഈ കാര്യത്തിന് വേണ്ടിയാണ് എനിക്ക് സംശയം തോന്നിയായിരുന്നു. എന്താ സംശയവും ശരിയായി പോയി. ഇപ്പൊ അവരും അകപ്പെട്ടു പോയി. ദീപകിന്റെ ഈ സൂത്രപരമായ തന്ത്രം കാരണം ഗ്രാമത്തിന്റെ നിധിയെല്ലാം അപഹരിക്കാൻ ശ്രമിച്ച കള്ളന്മാരെ പിടികൂടാൻ സാധിച്ചു. അങ്ങനെ കിണറ്റിലെ ഭൂതത്തിൽ നിന്നും ഗ്രാമവാസികളെല്ലാവരും മുക്തരായി. ഇതുകൊണ്ടാണ് പറയുന്നത് സുഹൃത്തുക്കളെ, എന്തെങ്കിലും ശബ്ദം കേൾക്കുവാനിടയായാൽ ഭയന്ന് മാറി നിൽക്കരുതെന്ന്. ആ ശബ്ദം എവിടെ നിന്നുമാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ പ്രതിവിധി കിട്ടൂ.